വിശ്വാസത്തോടെ ഇരിക്കണം. ഈ ദൂത് അവസാനിച്ചപ്പോൾ എല്ലാം ഇരട്ടിയായി കൊടുത്തുന്ന, ആരോഗ്യം ഇരട്ടിയായി, തലമുറ ഇരട്ടിയായി, സമ്പത്ത് ഇരട്ടിയായി, മാന്യത ഇരട്ടിയായി. ഒറ്റ വാക്കി പറഞ്ഞാൽ പോയതെല്ലാം വർദ്ധിപ്പിച്ചു. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് പോരുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കാൻ പോകുകയാണെന്ന് ജനത്തോട് ദൂത് പറയണം. ഹല്ലേലൂയ. എവിടുന്നെല്ലാമോ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടമായതെല്ലാം, ഒഴുകിപ്പോയതെല്ലാം, വഴുതിപ്പോയതെല്ലാം, ശത്രു അപകരിച്ചതെല്ലാം തിരിച്ചു തന്നുകൊണ്ട് ഒരു വലിയ വർധനവ് ദൈവം സഭയ്ക്ക് തരാൻ പോകുകയാണ്. ശുശ്രൂഷയിൽ ഒരു വർധനവ് തരാൻ പോകുകയാണ്. തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും ചുടപരബലബസ് ദിഗരമനവദുരജാലകരക ശൈഡമാനവൗഷാരമന അർധുരമനകൽക്കനാദിപാരവശന്ധര ഹല്ലേലൂയ ജീവാര മനഗ റൗഷാരമന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ഒരിക്കലും ഇയ്യോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരുമെന്ന് ഉലകത്തിലൊരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒന്നിനെ നോക്കിയിട്ട് 10 പിള്ളേരിൽ 9 എണ്ണം ചത്തുപോയാലും ഒരു കൊച്ചനുണ്ടല്ലോ, അവന് നല്ല വിദ്യാഭ്യാസമുള്ളവനാ, വിദേശ രാജ്യങ്ങളൊക്കെ ചില ബന്ധുവും കാര്യവും പോവുകയും വരികയൊക്കെ ചെയ്യുന്നവനാ, അവനെ കൊണ്ടെങ്കിലും ചിലപ്പം തിരിച്ചു പിടിക്കുമായിരിക്കും. ഒഴുകിപ്പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ ആ ഒരു ചെറുക്കം മതി, അവന് മറ്റേ 9 എണ്ണത്തിനെക്കാട്ടി പശ്ച എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. എന്നാ 7000 ആട് ചത്തപ്പോൾ ഒരു 10 ആട് മിച്ചമുണ്ടെങ്കിൽ അത് പെറ്റുപിരകിയാണെങ്കിലും യാക്കോബിൻ്റെ ദൈവമാണല്ലോ. യാക്കോബിൻ്റെ ദൈവമാകുമ്പോൾ ആ പിറക്കുന്നതെല്ലാം പുള്ളിയും പോരും ഉള്ളതായിട്ട് ഇങ്ങനെ പിറന്നു വീണാലും ഉണക്കപ്പടിയും കൊണ്ട് ഇറങ്ങിയവനെ ബഹുസമ്പന്നനാക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ സ്തോത്രം പറയണേ. ഹല്ലേലൂയ. ഇയ്യോബിനെ മാനിക്കുമെന്ന് പറയാൻ ഒരാട് മിച്ചമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കണക്ക് കൂട്ടാൻ സാധ്യതയൊന്നുമില്ല. സാധ്യതയില്ലാത്തടത്ത് ഇയ്യോബ് പറയാണ്, നിനക്ക് കഴിയും. എൻ്റെ ബുദ്ധിക്ക് അത് ചിന്തിക്കാനുള്ള സാധ്യതയില്ല, എൻ്റെ സാഹചര്യങ്ങൾക്ക് അത് ചിന്തിക്കാൻ സാഹചര്യമില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് സകലവും കഴിയും. ഇന്ന് രാവിലെ തികച്ചും ഒന്നുമില്ലായ്മയിൽ 101% ശൂന്യതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളെ ദൂത് ഏറ്റെടുക്കണം. 101% ശൂന്യതയിൽ നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, എനിക്ക് കുഞ്ഞെ സകലതും കഴിയും. നിന്റെ ഇല്ലായ്മ എല്ലാം കൂടെ മാറ്റാൻ, നിന്റെ ശൂന്യത എല്ലാം കൂടെ മാറ്റാൻ, നിന്റെ തകർച്ച എല്ലാം കൂടെ മാറ്റാൻ, നിന്റെ പരാജയം എല്ലാം കൂടെ മാറ്റാൻ ഇന്ന് പകൽ എനിക്കൊരൊറ്റ സെക്കൻഡ് മതി. ഏറ്റെടുക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് നന്നായിട്ടൊന്ന് ആരാധിച്ചേ. ഓരാ ബലഗ ശൈഡ രമന അർത്തുര ദിഗലെ രമന ബലബസ് ഓ ദീപാര ബാബാ 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 ബാബസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഈ 42-ാം അധ്യായം വരുമ്പോൾ പരാജയത്തിൻ്റെ നെല്ലിപ്പല കണ്ടൊരു മനുഷ്യൻ്റെ നേരെ സാക്ഷാൽ തമ്പുരാൻ ഇറങ്ങി വന്നും വെച്ച് കുറേയേറെ ചോദ്യം. പരീക്ഷാ ഹോളിൽ പോലും ഇത്രയും ചോദ്യം വരത്തില്ല. 38, 39, 40, 41 വായിച്ച് നമ്മൾ തന്നെ കള്ളു തെണ്ണിപ്പോവും. എന്തിനാ ഈ മനുഷ്യനോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുന്നത്? സൃഷ്ടിപ്പിൻ്റെ മഹത്വം നിനക്കറിയാമോ? സ്തോത്രം. നക്ഷത്ര രാശികളുടെ ബന്ധനം നിനക്കറിയാമോ? സ്തോത്രം. ഞാൻ സൃഷ്ടിച്ച ചില മൃഗങ്ങളുടെ ശക്തി നിനക്കറിയാമോ? കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? വനഗർത്തങ്ങളുടെ ശക്തി നിനക്കറിയാമോ? ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സ്തോത്രം. ചോദ്യങ്ങൾ കേട്ട മനുഷ്യൻ വാപൊത്തി. ഇന്നലെ വരെ സ്നേഹിതന്മാരോട് ചുട്ട മറുപടി പറഞ്ഞ മനുഷ്യൻ, ഭാര്യയെ പൊട്ടിന്ന് വിളിച്ച് മറുപടി പറഞ്ഞ മനുഷ്യൻ,
പിശാചിന്റെ മുഖത്ത് നോക്കി മറുപടി പറഞ്ഞ മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ മുമ്പിൽ വാപൊത്തി, കൈ കൊണ്ട് വാപൊത്തി. എന്നിട്ട് ഒറ്റ വാക്കിൽ ഉത്തരം മുഴുവൻ പറഞ്ഞു. 77 ചോദ്യത്തിന് ഒറ്റ ഉത്തരം, നിനക്ക് കഴിയും. എനിക്ക് കഴിയത്തില്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷെ നിനക്ക് കഴിയും. ഇന്ന് രാവിലെ നിന്റെ മനസ്സിൽ 1000 ചോദ്യം 10 ദിവസമായി നീ എഴുതി വെച്ച് ചോദിക്കുക, കർത്താവേ ഇതിൻ്റെ മറുപടി എവിടാ, ഇതിൻ്റെ ഉത്തരം എവിടാ, ഇതിൻ്റെ വിടുതൽ എവിടാ, ഈ സൗഖ്യം എവിടാ, ഈ വഴി എവിടാ. സ്വർഗം ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു, നിന്റെ ദൈവത്തിന് സകലവും കഴിയും. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് പകൽ ആരാധിക്കാവുള്ളൂ. അസാധ്യമെന്ന് നിന്റെ കാതിൽ പിശാച് മന്ത്രിച്ച വിഷയങ്ങൾക്ക് ഓ റബാബാബ ശാന്തര റൗഡ രമന ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് ശൂന്യതകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയ്യോബിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഏതോ ഒരു മണ്ഡലത്തിൽ, ഇയ്യോബിന്റെ ഭാര്യയുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മറ്റേതോ ഒരു മണ്ഡലത്തിൽ, ഇയ്യോബിന്റെ സ്നേഹിതന്മാരുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു മണ്ഡലത്തിൽ ദൈവം ഒരു വർധനവ് നടത്തിക്കൊണ്ടിരിക്കുക. അത് ഈ ഉലകത്തിൽ ആർക്കും കാണത്തില്ല. സ്തോത്രം. എന്തിനാണ് ദൈവം ഈ 14,000 ആടിനെ മറച്ചു വെച്ചെന്നറിയാമോ? ഇവന്റെ ഓരോ നന്മയെ തുറച്ചു നോക്കുന്ന ഒരു പിശാചുണ്ട്. അതുകൊണ്ട് ഇയ്യോബിന്റെ അടുക്ക പോയിട്ട് വന്ന ശാത്താനോട് യഹോവയായ ദൈവം ചോദിക്കുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? പ്രാർത്ഥിച്ച് ആരാധിച്ചോണം. ഇന്ന് പകൽ നീ അറിയാതെ നിന്നെയും നിനക്കുള്ളതിനെയും ദൃഷ്ടി വെച്ചിട്ടുള്ള ഒരു വ്യാപാരമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ തുറിച്ചു നോക്കുന്ന ഉയർച്ചകളെയും നന്മകളെയും വിശാലതകളെയും തുറിച്ചു നോക്കുന്ന ഒരു കണ്ണ് ദൈവം ചോദിക്കുക, നീ ദൃഷ്ടി വെച്ചോ? അവൻ പറഞ്ഞു, ഞാൻ ദൃഷ്ടി വെച്ചു, ഞാൻ ദൃഷ്ടി വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിനെ ദൈവം പരിചയപ്പെടുത്തുക. നിനക്കറിയാം, എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഊസ് ദേശത്ത്. അവന് 3000 ഒട്ടകം ഉണ്ടറിയാമോ? അവൻ 2 മനോഹരമായ ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ഉണ്ട്. 10 പിള്ളേർക്കും 10 വീടവും വെച്ചേക്കുക. 10 10 യാഗപീഠമുണ്ട്. അവൻ 7000 ആണോ നിനക്കറിയാം എന്നും പറഞ്ഞ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം പരിചയപ്പെടുത്തിയേ. ഹലോ, എൻ്റെ ദാസനെ പോലെ നിഷ്കളങ്കൻ. ദൈവം പരിചയപ്പെടുത്തത് 7000 ആടുള്ള എൻ്റെ കൂട്ടുകാരനെന്നല്ല, 3000 ഒട്ടകമുള്ള എൻ്റെ കൂട്ടുകാരനെന്നല്ല. ദൈവം പറഞ്ഞത് എൻ്റെ ദാസനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, യഹോവ ഭക്തൻ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പ്രാഗൽഭ്യത്തോടെ പറയാം ദൈവത്തിൻ്റെ പരിചയപ്പെടുത്തൽ? ഹല്ലേലൂയ. പിശാചിന്റെ നേരെ നോക്കി പറയാണ്, എൻ്റെ ഭക്തൻ ആരാ നിനക്കറിയാമോ? അവൻ നേരുള്ളവനാ. ഈ അബ്രഹാമിനെ ദൈവം 5 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. 5 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ 1 വിളിച്ചു, 15-ാം അധ്യായത്തിൽ വീണ്ടും വിളിച്ചു, 17-ാം അധ്യായത്തിൽ വീണ്ടും വിളിച്ചു, 22-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം വിളിച്ചു. സ്തോത്രം. ആദ്യം 1 വിളിച്ചു, രണ്ടാമത് വിളിച്ചു. ഈ 5 പ്രാവശ്യവും വിളിച്ചത് പ്രത്യേകമായ ഉദ്ദേശങ്ങൾക്കാണ്. 12-ന്റെ 1 വിളിച്ചത്, നിനക്ക് ഒരു വേർപാട് വേണം. നീ മെസപ്പൊട്ടോമിലെ ഊറിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ഹാരാനി വന്നിങ്ങനെ പാർക്കല്ലേ, പക്ഷെ നീ ഇവിടുന്ന് പുറപ്പെടണം. ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം, ദേശം വിടണം, ഞാൻ കാണിപ്പുറ ദേശത്തേക്ക് പുറപ്പെടണം. ഒരു വേർപാട് നിനക്ക് വേണം. അതിനാ 12 വിളിച്ച്. 15 വിളിച്ചത് പുള്ളി ഇപ്പോൾ പേടിച്ച് വിറച്ചിരിക്കുക. കാരണം 14 ഒരു ഭയങ്കര യുദ്ധമുണ്ടായി. തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ പിടിച്ചുകൊണ്ട് പോയ രാജാക്കന്മാരെ 318 അഭ്യാസിയും കൊണ്ട് പോയി തോപ്പിച്ചു.
തോപ്പിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നേരത്തെ ആവേശത്തിലെടുത്ത് ചാടി യുദ്ധമൊക്കെ ചെയ്ത് പിടിച്ചോണ്ട് വന്നെങ്കിലും പുള്ളിക്കൊരു പേടി, ഇവന്മാർ വീണ്ടും ശക്തി പ്രാപിച്ച് പ്രബലപ്പെട്ട് എൻ്റെ നേരെ വന്നെങ്കിലോ എന്ന ഭയത്തിലിരിക്കുമ്പോൾ തമ്പുരാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഞാനാ നിന്റെ പരിചയ. ഹലോ, 15 വിളിച്ചത് ഉറപ്പിക്കാനാ. ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ നിന്റെ പ്രതിഫലമാണ്. 5 രാജാക്കന്മാരല്ല, 5, 4, 9 കൂടെ വന്നാലും നിന്നെ സംരക്ഷിക്കാൻ വിളിച്ചിറക്കിയ ഞാനാണ് നിന്റെ പരിചയ. പ്രൈസ് ദി ലോർഡ്. 17 വന്നു. 17 വന്നപ്പോഴത്തേന് തമ്പുരാൻ വിളിച്ചപ്പം പുള്ളിക്ക് 99 വയസ്സായി. സ്തോത്രം. അപ്പം ഹാരാനിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് 17 വരുമ്പോഴത്തേന് 12നും 17നും അകത്ത് 24 വർഷം കടന്നുപോയി. 24 വർഷം കടന്നു പോയിട്ട് തമ്പുരാൻ വിളിച്ചു പറയാണ്, നീ ഇനി എൻ്റെ മുമ്പിൽ, വാക്ക് നിങ്ങൾ പറഞ്ഞേ, നിഷ്കളങ്കനായി. അപ്പൊ 24 വർഷം നടന്നേ എങ്ങനാ? 24 വർഷം 21 പങ്കെടുത്തു. ഇത് 34 വർഷമായി അല്ലേ? 34 അപ്പൊ അവിടെ അന്ന് 24 വർഷം 21 പങ്കെടുത്തു. സ്തോത്രം. എല്ലാ പാട്ടും കൈയടിച്ചു പാടി, എല്ലാ ഉപവാസനും പൈസ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. എല്ലാ യാഗവും നടത്തി. പക്ഷെ ദൈവസന്നിധിയിൽ ഇപ്പോഴും ആരല്ല? പറയെല്ലാരും കൂടെ, നിഷ്കളങ്കനല്ല. പക്ഷെ ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷി കേട്ടോ. 24 വർഷം കഴിഞ്ഞ് എൻ്റെ ഭക്തനായ ദാസനായ ഇയ്യോബ് നിഷ്കളങ്കനാന്നല്ല പറഞ്ഞേ. 34ാമത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽ പുള്ളി നിഷ്കളങ്കനായെന്നല്ല പറഞ്ഞേ. ഹലോ, എടാ പിശാച, നീ നോക്കിയ ആളാരാന്ന് നിനക്ക് മനസ്സിലായോ? ഞങ്ങൾ നമ്മളുടെ ബന്ധം നിനക്ക് പിടികിട്ടിയോ? അവന്റെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അവൻ എൻ്റെ ഭക്തനാണ്, അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്. ഇന്ന് പകൽക്കാലം വാദിക്കുന്ന പോരിനോട് സ്വർഗത്തിന് പറയാൻ നിന്റെ മേലൊരു സാക്ഷ്യം ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. ഏറ്റെടുക്കുന്നവരാരും അവനമായിരിക്കരുത്. സ്വർഗം പറയാണ്, എൻ്റെ ദാസൻ നിഷ്കളങ്കന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ 17 എന്തിനാ നിഷ്കളങ്കനാകാൻ പറഞ്ഞെന്നറിയാമോ? ഈ കർത്താവിന് ഒത്തിരി ദിവസം കൊണ്ട് ഒരു ആഗ്രഹമുണ്ട്, കുടുംബമായി ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഈ വേർപാട് പാലിച്ച് ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു വിസിറ്റിന് പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും എൻ്റെ കൂടെ വരണേ. സ്തോത്രം. പക്ഷെ ഈ പുള്ളി ഒന്ന് നിഷ്കളങ്കനായിട്ട് വേണ്ട ആ കൈ കൊണ്ട് 1 രൂപ ചോറ് മേടിച്ചുണ്ണാൻ. നമ്മൾ മിണ്ടുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? 17 നിഷ്കളങ്കനായി. 18 രാവിലെ കണ്ട് വെളുപ്പിനെ കണ്ണ് തുറക്കുമ്പോൾ നോക്കുമ്പോൾ കയറി വരുക. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പകൽ നീ കറക്റ്റാണ്, രാവിലെ സ്വർഗം വീട്ടിൽ വരും. ഉറപ്പുണ്ടല്ലേ ആരാധിക്കാവുള്ളൂ. നീ ഇന്ന് രാവിലെ ദൈവസന്നിധി കറക്റ്റ് ആയാൽ സ്വർഗം നിന്റെ വീട്ടിൽ രാവിലെ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ആരാധിക്കണം. ഈ പകൽ നിന്റെ വിഷയത്തിന് മറുപടി തരാൻ, നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ, നിന്നോട് പറഞ്ഞത് നിവർത്തിക്കാൻ. ഓ ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 17 വിളിച്ച് തമ്പുരാൻ പറഞ്ഞു, അബ്രഹാമേ, നീ ഇനിയും എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വയസ്സ് എത്രയായി? 99. കഴിഞ്ഞ 24 വർഷം യാഗം കുറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 24 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഭക്തി കുറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വന്നാൽ സാറ പെങ്ങളാന്ന് പറയും. എപ്പോഴും ഇല്ല. സ്വയരക്ഷയ്ക്ക് വേണ്ടി പുള്ളി എന്തും പറഞ്ഞു കളി. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ തന്നെ ശാലേൻ രാജാവിന് ദശാംശം കൊടുക്കുന്നുണ്ട്. ഹലോ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ധാരണ ദശാംശം കൊടുത്താൽ പ്രശ്നം തീരുന്ന.
പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ദശാംശമൊക്കെ ശാലേം രാജാവിന് തന്നു, പക്ഷെ നീ ഇനി ആരാകണം? 17 കറക്റ്റായി 18 നോക്കുമ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അതിരാവിലെ നോക്കുമ്പോൾ ദേ സ്വർഗ്ഗം ഇനി ഇറങ്ങി വന്നു. ഇന്നൊരു പകൽ നിന്റെ വീട്ടിലോട്ട് വരാൻ ആഗ്രഹിക്കുക, നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ, നിന്റെ ദൈവത്തിൻ്റെ ആലോചന നിവർത്തിക്കാൻ, ദൈവത്തിൻ്റെ പദ്ധതി നിന്നെ നിറവേറ്റാൻ വിശ്വസിക്കുന്നവർ മാത്രം ഈ രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഒരു പരമാർത്ഥ ഹൃദയത്തോടെ ഇന്ന് രാവിലെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കേണ്ടതിന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 18 വന്നു. കർത്താവ് നന്നായിട്ട് ആ വീട്ടിൽ നിന്ന് കൊടുത്ത എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഭാര്യ എന്തേ, സാറേ എന്തേ, വിളിക്കുക, അടുത്ത വർഷം ഈ സമയത്ത് ഞാൻ വീണ്ടും വരും. ഒരിക്കൽ വന്ന് നിന്റെ ആതിഥ്യം ഇഷ്ടപ്പെട്ടാൽ അടുത്ത വർഷവും വരും. ഹലോ, നീ സ്വീകരിച്ചത്, നീ സൽക്കരിച്ചത് എൻ്റെ സ്വർഗത്തിന് ഇഷ്ടപ്പെട്ടാൽ അടുത്ത വർഷം നിന്റെ അനുവാദമില്ലാതെ സ്വർഗം നിന്റെ വീട്ടിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുകയാ. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ചിലര് പുറകെ ചെന്നാൽ പോലും ആ തമ്പുരാന് അവരുടെ ഒന്നും വീട്ടിൽ പോകത്തില്ല. നമ്മുടെ ഈ ലൂക്കോസ് 17 ഒരു മുതലാളിയുണ്ട്. മുതലാളി എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയാണ്, റാന്നിയിലെ മലയാളമാണ്, തെറ്റിദ്ധരിക്കല്ലേ. ഒരു ധനാഠ്യനായ മനുഷ്യൻ. ഈ മനുഷ്യന് കർത്താവിൻ്റെ പുറകെ ചെന്നിട്ട്, നല്ല ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്നോ ചെയ്യണമെന്ന് ചോദിച്ചു. പുള്ളിക്ക് ഇനി മേടിക്കാൻ അതുകൂടെയുള്ളൂ, ബാക്കിയെല്ലാം പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇനി പുള്ളിക്ക് ആകെ കിട്ടേണ്ടത് അപ്പം അത് മേടിക്കാനുള്ള പൈസയും പുള്ളിയിലുണ്ട്. അതിനാ കർത്താവിൻ്റെ ചെന്നേ. ധനാഠ്യനായ മനുഷ്യനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനയെല്ലാം പ്രമാണിക്കുന്നുണ്ടോ? നമ്മൾ ചെറുപ്പം അതിലെല്ലാം പ്രമാണിക്കുന്നുണ്ട്. വള്ളി പുള്ളി വിടാതെ എല്ലാം അനുസരിക്കുന്നുണ്ട്. അവൻ കാണാതെല്ലാം പറഞ്ഞു. പിള്ളേർ നമ്മുടെ ക്യാമ്പിനൊക്കെ പറഞ്ഞതിനോട്ട് മൊത്തം കാണാതെ പറഞ്ഞു, ഇതെല്ലാം ഞാൻ അനുസരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു ചെറിയ കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എൻ്റെ പുറകെ വരാൻ പറഞ്ഞു. അവൻ ഭയങ്കര കാശുള്ളവനായതുകൊണ്ട് 2-3 എയർപോർട്ടൊക്കെ സ്വന്തമായിട്ടുള്ളവനാണ്. ഹലോ, അവൻ ഭയങ്കര കാശുള്ളവനായതുകൊണ്ട് ദുഃഖിച്ച് തൻ്റെ വീട്ടിലോട്ട് പോയി. ഈ പുസ്തകം മൊത്തം വായിച്ചിട്ട് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ദുഃഖിച്ചു പോയ ഒറ്റ മുതലാളിയേ ഉള്ളൂ, അതിവനാ. സ്തോത്രം. അങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ ദുഃഖിച്ച് പോയെന്ന. 18 ഇങ്ങനെ ദുഃഖിച്ചു പോയി. 19 വേറൊരു മുതലാളി അടുക്ക വരാനൊരു മടിയുള്ളത് കൊണ്ട് മരത്തെ കയറിയിരിക്കുക. സ്തോത്രം. നമ്മൾ ഈ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം എല്ലാ ദിവസവും സ്റ്റേജിലാണല്ലോ. അപ്പോൾ ഈ പന്തലി വരാതെ കാറ് കൊണ്ട് കൺവെൻഷൻ പന്തലിൻ്റെ വെളിയിലിട്ടിട്ട് ചില്ല് മാത്രം ശകലം താത്ത്, അകത്ത് ആളുണ്ടെന്ന് അറിയാത്ത പോലെ ശകലം താത്ത് മെസ്സേജ് കേൾക്കണം. അങ്ങനെ ഇരുന്നിട്ട് ദൂത് കേട്ട് പോകുന്നവരുണ്ട്. സ്തോത്രം. ആരാന്നറിയാതിരിക്കാൻ ചെയ്യുന്ന. അതുപോലെ ഇവനും വന്നിട്ടുണ്ട് യോഗത്തിന്. പക്ഷേ അവൻ യേശുവിനെ കണ്ടാൽ മതി, നിത്യജീവനൊന്നും വിലയ്ക്ക് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് കണ്ടിട്ട് പാമെന്നാ. പക്ഷേ കർത്താവ് കറക്റ്റ് അതിൻ്റെ ചോട്ടി വന്നുകൊണ്ട് നീ ഇറങ്ങി വരാൻ പറഞ്ഞു. പേര് ചൊല്ലി വിളിച്ച് അവന് ചില ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞു. ക്ഷണിച്ച കേസേ അല്ല, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കൂടെ വന്നിട്ട് ഇപ്പോൾ അവൻ ക്ഷണിച്ച കേസല്ല. പക്ഷേ കർത്താവിൻ്റെ ഇടപെടൽ കണ്ടോ. ഒരുത്തൻ വന്നിട്ട് അവന് ഇനി ആയുസ് വരാത്ത രീതിയിൽ അവൻ പോയി. പക്ഷേ ഇവനെ കർത്താവ് വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞു. സ്തോത്രം. വീട്ടിലോട്ട് വരുക എന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, എൻ്റെ വീട് ചില അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഞാൻ പണിതേക്കുന്നതാ, നീ വരാൻ പറ്റിയ വീടല്ല, അതുകൊണ്ട് നീ വരുവാണെങ്കിൽ ഞാൻ എനിക്കുള്ളതെല്ലാം വിറ്റ് 4 ഇരട്ടി കൊടുക്കാനുള്ളവർക്കെല്ലാം. കാരണം കർത്താവ് വരണമെങ്കിൽ ഞാൻ കുറെ ക്രമീകരണം ചെയ്യണം. അത് വഴി വെച്ച് ചെയ്യുമോ പുള്ളി? ഹലോ, എൻ്റെ വീട്ടിൽ കർത്താവ് വരണേ വഴി വെച്ച് അവൻ ക്രമീകരണം ചെയ്യുക. കാരണം ഇവൻ അറിയാൻ കയ്യിലിരിക്കുന്ന മുഴുവനും കയ്യിലിരിപ്പാന്ന്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് എല്ലാം കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു ആ വീടിൻ്റെ വാതിലോട് ചവിട്ടിട്ട് പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിനകത്ത് താമസിക്കാൻ പോകുന്നത്. മരത്തെ കാണാൻ കൊതിച്ചിരുന്നുകൊണ്ട് വീട്ടിൽ പോയി താമസം തുടങ്ങി.
കർത്താവിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായോ? ഹല്ലേലൂയ. ഒരുത്തൻ വന്നിട്ട് ദുഃഖിച്ചു പോയി, അവൻ ആയുസ് തിരിച്ചു വന്നിട്ടില്ല. ഒരുത്തൻ കാണാൻ കുറച്ചേ ഉള്ളൂ, പക്ഷെ അവൻ്റെ വീടങ്ങ് താമസമാക്കി. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ ഒന്ന് ക്രമീകരണം പ്രാപിച്ചാൽ കർത്താവ് നിന്റെ അനുവാദമില്ലാതെ വീട്ടിലോട്ട് താമസിക്കാൻ വരികയാ. സന്തോഷമുണ്ടേ? ദൈവത്തെ ആരാധിച്ചോണം. ഈ പകൽ നീ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകരുത്. ഈ സാന്നിധ്യം കൂടെ വരാൻ തയ്യാറാ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ഈ അബ്രഹാമിനോട് ദൈവം മെസൊപ്പൊട്ടേമിയ ഊരിൽ നിന്ന് വിളിച്ചിറക്കി. ഹാരാനി വന്ന് പാർത്തു. തേരക അവിടെ വെച്ച് മരിച്ചു. അത് കഴിഞ്ഞിട്ട് മുൻപോട്ട് യാത്രയായി. 12 വെളിപ്പെട്ടു, 15 വെളിപ്പെട്ടു, 17 വെളിപ്പെട്ടു, 18 വീട്ടിൽ വന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ അടുത്ത വർഷം വരും. അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾ രണ്ടും തന്നെയല്ല, ഞാൻ നിന്നോട് 25 വർഷം പുറകെ പറഞ്ഞ വാഗ്ദത്തം നിന്റെ കയ്യിലുണ്ടായിരിക്കും. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വർഷങ്ങൾക്ക് പുറകിൽ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി സ്വർഗം പറഞ്ഞ വാഗ്ദത്തം നിന്റെ കയ്യിൽ ദൈവം തരുമെന്ന് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർ മാത്രം ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ ദൈവം ഇന്ന് പകൽ അളക്കുകയോ. ഹല്ലേലൂയ. 22-ലായപ്പോൾ ദമ്പുരാന് തോന്നി ഈ കിട്ടിയതിൻ്റെ പുറകെയായി സ്നേഹം, എന്നോടുള്ള സ്നേഹത്തിൽ കുറഞ്ഞെന്നൊരു ചെറിയ തോന്നല്. സ്വതന്ത്രം 18 വരെ ആ പ്രശ്നമില്ല. പക്ഷെ 22 ആയപ്പോഴത്തേന് കിട്ടിയതിനകത്താണോ പുള്ളിക്ക് സ്നേഹം, ദാതാവിനെ കാട്ടിൽ ദാനത്തെയാണോ സ്നേഹിക്കുന്നതെന്നൊരു ചെറിയ സന്ദേഹം. അപ്പോൾ തമ്പുരാന് 22 പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്നേക്കാൾ അധികം നീ സ്നേഹിക്കുന്നതിനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അപ്പോൾ സ്നേഹം കൂടിയപ്പോൾ അർപ്പിക്കത്തില്ലെന്ന തമ്പുരാന് ചെറിയൊരു തോന്നൽ. അന്നേരം പുള്ളിക്കാരന് സാറായെ വിളിച്ചിട്ട്, എടി കഴിഞ്ഞ രാത്രി കർത്താവ് ഇങ്ങനെ വെളിപ്പെട്ടു, കൊച്ചനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞേക്കുക, നിൻ്റെ അഭിപ്രായം എന്തുവാ? അല്ല, ഞാൻ നിന്നോട് ചോദിക്കാതൊരു കാര്യം ചെയ്തെന്ന് വരല്ലേ, അവിടെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ എന്നും എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞേനേയും. 120 വയസ്സായില്ലേ, ഈ പ്രായത്തിൽ വെളിവുകേട് സ്വാഭാവികമായിട്ടുണ്ടാകാം. ഒരു ഓർമ്മക്കുറവും ഒരു വെപ്രാളും ഒരു വെളിവുകേടും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് വെളിപ്പാടാണെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും. എൻ്റെ ദൈവം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ഹലോ. കാരണം എബ്രായ ലേഖനത്തിൽ എഴുതിയേക്കുന്നത്, സാറായും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ ഇസഹാക്കിന് ലഭിച്ചെന്ന്. അപ്പം കിട്ടിയതിനകത്ത് രണ്ടുപേരും തുല്യമായിട്ട് പങ്കാളിയാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സാറ ന്യായമായിട്ട് പറയും, എൻ്റെ കർത്താവ് ഒരിക്കലും അങ്ങനെ, പുള്ളി അനുവാദം ചോദിച്ചില്ല കേട്ടോ. ഈ ദൈവിക ഇടപെടൽ നീ വേറെ ആരോടും അനുവാദം ചോദിക്കല്ല. പൗലോസ് ഏറ്റവും മാനിക്കപ്പെടാൻ കാരണം ദൈവിക ഇടപെടലിന് അവൻ ജഡരക്തങ്ങളോട് എന്ത് ചോദിച്ചില്ല? അനുവാദം ചോദിച്ചില്ല. സ്വതന്ത്രം പറഞ്ഞേ. അയ്യോ, പൗലോസിൻ്റെ വെളിപ്പാടുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എന്നെ അങ്ങ് സന്തോഷിപ്പിച്ചത്, ഈ 9-ാം അധ്യായം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. 9-ാം അധ്യായത്തിൽ ഒരു വെളിച്ചം കണ്ടെന്ന, ഒരു വെളിച്ചം കണ്ടു. 22-ാം അധ്യായത്തിൽ വലിയൊരു വെളിച്ചം കണ്ടെന്ന, 26-ാം അധ്യായം സൂര്യനെ വെല്ലുന്ന 3 ഒറ്റ സംഭവം പറഞ്ഞേക്കുന്നത്. 9 പറഞ്ഞ കാര്യം തന്നെയാ 22 പറഞ്ഞേ, 22 പറഞ്ഞ കാര്യം തന്നെയാ 26 പറഞ്ഞേ. പക്ഷെ 26 വന്നപ്പോൾ വയസ്സ് 35 വർഷം കൂടെ കൂടി പ്രായം. ശുശ്രൂഷയുടെ 3.5 പതിറ്റാണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ പ്രായത്തിൻ്റെ ഇതില് ഞാനൊരു വെളിച്ചം കണ്ടായിരുന്നു എന്ന് വിറച്ച് പറഞ്ഞെന്നല്ല. 9 പറഞ്ഞത് ഞാനൊരു വെളിച്ചം കണ്ടു നട്ടുച്ചയ്ക്ക്. 22 പറഞ്ഞു ഞാൻ വലിയൊരു വെളിച്ചം കണ്ടു. 26 ആയപ്പോൾ 35 വർഷം ശുശ്രൂഷ കഴിഞ്ഞ് പറയുകയാണ്, സൂര്യനെ വെല്ലുന്ന വെളിച്ചം ഞാൻ കണ്ടു. നീ ഓരോ ഉപവാസം കഴിയുമ്പോൾ നിന്റെ പ്രകാശം വർദ്ധിക്കണം. നിന്റെ ദർശനത്തിൻ്റെ ആ കാഴ്ചപ്പാടുണ്ടല്ലോ, കുറഞ്ഞു വരല്ലേ, അത് ഇന്ന് പകൽക്കാലം ഒന്ന് വർദ്ധിക്കണം. സന്തോഷമുണ്ടേ ആരാധിച്ചോണം. ഹല്ലേലൂയ. നിന്റെ ദർശനങ്ങളെല്ലാം ഇന്ന് പകൽ ഒരു വിശാലതയിലേക്ക് വരണം. ഓ
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വന്നപ്പോ പറയാണ്, ഞാൻ കണ്ട സ്വർഗീയ ദർശനത്തിന് എനിക്ക് എങ്ങനെ അനുസരണക്കേട് കാണിക്കാനൊക്കും? നോക്കി, പ്രായം അങ്ങോട്ട് മുന്നോട്ട് പോയി, ശുശ്രൂഷ അങ്ങോട്ട് മുന്നോട്ട് പോയി, 10-14 പുസ്തകമൊക്കെ എഴുതി, കുറെ കഷ്ടതയിൽ അനുഭവിച്ച ഭക്തൻ പറയാണ്, ഇതിനൊന്നും എൻ്റെ ദർശനത്തെ തടയാൻ കഴിയത്തില്ല. ഓരോ പ്രതിസന്ധിയും എൻ്റെ ദർശനത്തിന്റെ പ്രകാശം വർദ്ധിപ്പിക്കുക. ഇന്ന് രാവിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ നീ പതറരുത്. നീ പറഞ്ഞ, എൻ്റെ ദർശനത്തിന് ഇതുവരെയും ഒരു കേട് വന്നിട്ടില്ല. ഏറ്റെടുക്കുന്നവർ ശരിയായിട്ടിന്ന് പകൽ. ഓ ഹല്ലേലൂയ. 22 തമ്പുരാൻ പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിനെ യാഗം കഴിക്കണം. ഒട്ടും മടി പറഞ്ഞിരുന്നു. ആ അധികാലത്ത് എഴുന്നേറ്റു. എല്ലാം ചെയ്യുന്ന ഒരു തിടുക്കത്തോടാ അധികാലത്ത് എഴുന്നേറ്റു. വിറക് കീറി എടുത്തു. മോനെ വിളിച്ചു, ദാസന്മാരെ വിളിച്ചു. ദൈവം കൽപ്പിച്ച സ്ഥലം നോക്കി പോകുകയാണ്. പകുതി വഴി വന്നപ്പോൾ ട്രാഫിക് ജാമ, ഇലക്ഷനൊക്കെ നടക്കാൻ പോവാ 10-ാം തീയതി. അന്നേരം വഴി ജാഥയും ബഹളവും, കേന്ദ്രമന്ത്രിയും കേരള മന്ത്രിയും നാട്ടിലെ മന്ത്രിയും എല്ലാം കൂടെ വരുന്നത് കൊണ്ട് ട്രാഫിക്കാന്ന് പറഞ്ഞ്, എന്നാൽ പിന്നെ ഇവിടെ നടത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒക്കുന്നിടത്ത് കയറി നടത്തിയിട്ട് പോയില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഒക്കുന്നിടത്ത് നടത്തിയാലേ മറുപടി ഈ കൽപ്പിച്ച മലയിലേ ഉള്ളൂ. നല്ല ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കണം. ഈ കൽപ്പിച്ച സ്ഥലത്തിൻ്റെ പ്രത്യേകത നിന്റെ കൊച്ചിൻ്റെ യാഗം മാത്രമല്ല, അതിൻ്റെ വിടുതൽ ഞാൻ അവിടെ വെച്ചേക്കുന്നേ. നീ ത്യാഗം സഹിച്ചാണെങ്കിലും ഞാൻ കൽപ്പിച്ചിടം വരെ പോകണം. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോഴാണ് നിന്റെ വിഷയത്തിൻ്റെ മറുപടി തൊട്ടുപുറകെ വെളിപ്പെടുന്നത്. നല്ല സ്തോത്രം ഈ പകൽക്കാലം പറയണം. നിനക്ക് എന്തെങ്കിലും ഒക്കുന്നത് പോലെ ചെയ്യാനല്ല, ദൈവം കൽപ്പിക്കുന്നത് പോലെ ചെയ്യാൻ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഈ 2 അബ്രഹാം വിറക് കീറി കെട്ടി എടുത്തു എന്നുണ്ട് കേട്ടോ. 22 അധ്യായത്തിൽ അബ്രഹാം വിറക് കീറി കെട്ടിയെടുത്തു. പിന്നെ കൽപ്പിച്ച സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം പിന്നെയും വിറകെടുത്തു. 2 പ്രാവശ്യം എടുത്തേച്ചാ കൊച്ചൻ്റെ തലയിലോട്ട് കൊണ്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? എൻ്റെ മോൻ ഇന്ന് വരെ ഒരു ചുമടെടുത്തിട്ടില്ല. അവൻ ആദ്യമായിട്ടൊരു ചുമടെടുക്കാൻ പോവാ. എടുക്കുന്ന ചുമട് അവന് താങ്ങാൻ കഴിയുന്നതാണോ എന്ന് ചുമടെടുത്ത് പരിചയമുള്ള അപ്പൻ 2 പ്രാവശ്യം കയ്യിലെടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി, എനിക്കിത് പൊക്കാമെങ്കിൽ എൻ്റെ കൊച്ചനും ഇത് പൊക്കാം, എനിക്കിത് ചുമക്കാമെങ്കിൽ എൻ്റെ കൊച്ചനും ഇത് ചുമക്കാം. എനിക്ക് ചുമക്കാൻ കഴിയാത്തൊരു ചുമട് എൻ്റെ കൊച്ചൻ്റെ തോളത്ത് ഞാൻ വെക്കത്തില്ല. സ്തോത്രം. 2 പ്രാവശ്യം കയ്യിൽ നിന്ന് തൂക്കി നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് ബോധ്യപ്പെട്ട് പിന്നാണ് ചെറുക്കൻ്റെ തോളത്തോട്ട് വെച്ച ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ നിൻ്റെ പുറത്തൊരു ചുമടുണ്ട്. സ്തോത്രം. പക്ഷെ അതെൻ്റെ അപ്പൻ അറിയാതെ കീറിയേക്കുന്നതല്ല. എൻ്റെ അപ്പൻ അറിഞ്ഞാണത് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അപ്പൻ അറിയാം. അത് ഈ കൽപ്പിച്ച സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ തോളത്ത് വെച്ച് എന്ന് പറഞ്ഞാൽ വെച്ച ചുമട് എവിടെ ഇറക്കണമെന്ന് കണ്ടേച്ചാ തോളത്ത് വെച്ച്. ഹലോ, അത് ഇന്ന് 2023 മെയ് മാസം 2-ാം തീയതി ഉച്ചയ്ക്കാണ് ഇറക്കാൻ തമ്പുരാൻ തീരുമാനിച്ചതെങ്കിൽ ആ ടൈം വരെ അറിഞ്ഞിട്ടാണ് വെച്ചേക്കുന്നത്. എൻ്റെ ദൈവം അറിയാത്ത ഒരു ഭാരവും, ദൈവം നിശ്ചയിക്കാത്ത ഒരു ഭാരവും നിന്റെ തോളത്ത് വന്നിട്ടില്ലെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. നിനക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രതിസന്ധി ദൈവം നിന്റെ മേൽ വെക്കത്തില്ല. ഏറ്റെടുക്കുന്നവർ നന്നായിട്ട് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പോൾ കൽപ്പിച്ച സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുക, ഞാനും എൻ്റെ മകനും കൂടെ അവിടുത്തോളം ചെന്ന് യാഗം കഴിച്ച് മടങ്ങി വരാം. എന്തോ പ്രത്യാശയുടെ വാക്കാണ് നോക്കി. സ്തോത്രം.
ഈ മകനെ യാഗം കഴിക്കുന്ന എന്തെങ്കിലും ഒരു വെപ്രാളം ഈ മനുഷ്യൻ്റെ മുഖത്തുണ്ടോ? നോക്കി, ഈ പ്രായം നിങ്ങൾ പരിഗണിക്കണം. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇത്രയും വലിയൊരു പ്രതിസന്ധി ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ പോവാം. തനിക്ക് വേണമെങ്കിൽ പറയാം, സാറേ എനിക്ക് പണ്ടത്തെ കൂട്ടെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, നീ ഇവിടെ കൂടെ എന്ത് ചെയ്യണം, വരണം. പക്ഷേ ശുശ്രൂഷയുടെ കാര്യത്തിൽ കൂട്ടിന് വിളിച്ചില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അങ്കിളിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വില ഉണ്ടായി. കൂടെ ഒരാളെ കൊണ്ടുപോയാൽ എന്നെ പരിഗണിക്കുന്ന പോലെ ആ ആളിനെ പരിഗണിക്കണ്ടേ, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തെന്ന് പറഞ്ഞു. അങ്ങനല്ലേ പറഞ്ഞു? സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഒരാളെ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന്, പക്ഷെ വിളിക്കുന്നവർക്ക് അത് താങ്ങാനൊക്കത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അബ്രഹാമിന് ഈ പ്രായത്തെ പരിഗണിച്ചാണെങ്കിൽ പോകുന്ന വഴിക്ക് തലകറക്കം ഉണ്ടാകുമോ, പ്രയാസം ഉണ്ടാകും. കാരണം കൊച്ചിനെ യാഗം കഴിക്കാൻ പറഞ്ഞ ചെറിയ കേസൊന്നുമല്ല. ഹലോ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ പ്രശ്നം ഒന്നും ആരെ അറിയിക്കാതെ ദൈവവും താനും തമ്മിൽ നേരിട്ട് ഇതങ്ങ് കൈകാര്യം ചെയ്യാം. എന്നാ അബ്രഹാം ഇത്രയും ധൈര്യം? എടാ, പറഞ്ഞത് ദൈവമല്ലേ, വിളിച്ചത് ദൈവമല്ലേ, പോകാൻ പറഞ്ഞ ദൈവമല്ലേ, ആ ദൈവം ബാക്കിയെല്ലാം നോക്കിക്കോളും. ഇന്ന് രാവിലെ നീ ഉറപ്പായി വിശ്വസിക്കണം, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ എൻ്റെ ദൈവത്തിന് സകലവും കഴിയും. ഓ രാബ ശാന്തര റൗശരമന, ഹല്ലേലൂയ. ഈ ജീവിതത്തിൽ ആദ്യമായി ഭാരം കയറുന്നവന് സ്വാഭാവികമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഈ വെച്ച അപ്പൻ, മോൻ പിന്നെ പൊക്കോ, ഞാൻ പ്രായമൊക്കെ അല്ലേ, പുറകെ പതുക്കെ വരാം, നിൻ്റെ സ്പീഡിൽ നടക്കാൻ എനിക്കൊക്കത്തില്ല, അതുകൊണ്ട് മോനെ ചെറുപ്പമാണ്, നീ ചെറു സ്പീഡിൽ പൊക്കോ, ഞാൻ പുറകെ അങ്ങ് വരാം, അവിടെ നമുക്ക് ഒന്നിച്ച് കാണാം എന്നൊന്നും അപ്പൻ പറഞ്ഞില്ല. കൂടെ നടന്നെന്നാ. നോക്കി, ഈ വലിയ വിറക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ചെറുക്കൻ എത്ര കിലോ തൂക്കമുണ്ടോ അത്രയും തൂക്കമുള്ള ചെറുക്കൻ കത്താനുള്ള വിറകാണ്. ഈ പച്ചമാംസം മൊത്തം ചാരമാകണം. ഇവൻ്റെ പച്ചമാംസം മുഴുവൻ ചാരമാകാനുള്ളിടത്തോളം വിറകുണ്ട്. അത്രയും വിറകെടുത്ത് തോളത്ത് വെച്ച് അപ്പനറിയാം, ആദ്യമായിട്ടെടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ചിലപ്പോൾ കുഴഞ്ഞാലോ അതിന് കൂടെ നടക്കുക. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായത് ആ സാന്നിധ്യം നീ ഇന്ന് പകൽ അറിയണം. കൂടെ നടക്കുന്ന സാന്നിധ്യം. ഒരു ഭാരം തോളത്ത് വെച്ചിട്ട് നീ അങ്ങ് ചുമ്മിക്കോ, ഞാൻ അങ്ങ് മേളി വരുമ്പോൾ പരിഹരിച്ചോളാം എന്ന് പറയുന്ന ആളല്ല. ആ ഭാരം തോളത്തോട് നിന്റെ കൂടെ നടക്കുക. എത്ര പേര് നിന്നെ അവരെ വിശ്വസിക്കാൻ തയ്യാറുണ്ട്? നിനക്ക് താങ്ങാൻ കഴിയുന്ന ഭാരത്തിനപ്പുറത്താണ് വെച്ചിരിക്കുന്നതെങ്കിലും അതിൻ്റെ കൂടെ, നിന്റെ കൂടെ നടക്കുന്ന ഒരു നല്ല സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൂടെ നടക്കുക. കുറേ ദൂരം ചെന്നപ്പോഴാണ് ഈ മോൻ ചോദിച്ചപ്പാ, ഇനിയും പ്രായത്തിൻ്റെ ഇതുകൊണ്ട് എടുക്കാൻ മറന്നവല്ലോ, നമ്മൾ യാഗമൃഗത്തെ എടുത്തില്ലല്ലോ, വിറകും ഒക്കെ ഉണ്ട്, യാഗമൃഗം. എന്താ ഈസി ആയിട്ടാണ് മറുപടി, എന്ത് ഈസി ആയിട്ടാണ് മറുപടി നോക്കിയേ. അതൊക്കെ ദൈവം കരുതിക്കോ. നമ്മളായിരുന്നല്ലോ, ഇടമോനെ ഞാൻ നിന്നോട് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്നാലും നീ ആണല്ലോ അടുത്ത എൻ്റെ അനന്തരാവകാശി, അപ്പം നീ ഇവിടെ അറിഞ്ഞിരിക്കണമല്ലോ. ഞാനും ആ കാര്യം എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എന്തുവാ എന്നുവല്ലോ ആണോ മോനോട് പറഞ്ഞേ? നമ്മളാണെ കുഴച്ച് കളഞ്ഞേനെ. സ്തോത്രം. നമ്മൾ രോഗമുള്ള ഒരാളിൻ്റെ ഒക്കെ ചെന്ന് 10 മിനിറ്റ് സംസാരിക്കാൻ ആ പുള്ളിയുടെ ലോകം 10 ഇരട്ടിയുടെ കൂടും. പറഞ്ഞ് കുളമാക്കുമെന്നേ. ടെൻഷൻ പിടിപ്പിച്ച് നമുക്ക് തന്നെ പിന്നെ ടെൻഷനാ എന്തോ സംഭവിച്ചെന്നുള്ളത്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പുല്ലൂർ ടൗൺ ഏജിയിലായിരുന്നു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വന്ന് ഈ ഷർട്ട് ഊരിയപ്പോൾ ഈ കൈയ്യടി പിടിങ്ങനൊരു കറുത്ത പാട് പിറ്റേ ദിവസമായപ്പോൾ അതങ്ങ് കൊമണിച്ച് വീർത്തു. ഞാൻ കുളിച്ചപ്പോൾ അത് തോർത്തിയപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് ഉരിഞ്ഞു പോയി. അപ്പോൾ ഒരു വലിയ പാടായി. അപ്പോൾ അത് കണ്ട എൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു പറഞ്ഞു, എനിക്കിതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നോട് പറയുക, എനിക്കിതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ 2 ദിവസം ആരോടും ഈ കാര്യം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. പക്ഷെ 3-ാമത്തെ ദിവസമായപ്പോൾ അത് നീര് വെച്ചു. പിന്നെ ഞാൻ ആദ്യം സായിപ്പിൻ്റെ അവിടെ പോയി, പിന്നെ പുഷ്പഗിരി പോയി. 13 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതുകൊണ്ട് ഷുഗർ കൂടെ ഉള്ള അച്ഛാ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു.
ഇത് ഉടുപ്പ് ഊരിയപ്പോൾ പുള്ളി കണ്ടുപോയതല്ലേ, എനിക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പം ചിലർ കണ്ടാൽ തന്നെ നമ്മളെ വിരൽ പിടിപ്പിച്ച് കളയും. സ്തോത്രം. ഞാൻ ഇതുവരെ ആശുപത്രിയിൽ പോയില്ല, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതേതോ ഒരു ജീവി ഉടുപ്പിനകത്ത് കയറുന്നുകൊണ്ട് കടിക്ക് വേണ്ടി ചെയ്തതാണ്, നമ്മളത് അറിഞ്ഞില്ലെന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇത് കണ്ടയാൾ നമ്മളെ മൂർഖമ്പാമ്പ് കടിച്ച പോലെ ആക്കി കഥ. സ്തോത്രം. അപ്പം ചില കാര്യമൊക്കെ ചിലരോട് പറയാതിരിക്കുന്നതാണ്, പറഞ്ഞ എല്ലാവരും കൂടെ നല്ലത്. ഈ അബ്രഹാം വീട്ടിൽ പറയാതെ വന്നത് ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. ഈ ചെറുക്കനോട് നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നതെന്ന് പറയാൻ ഓർത്തൊരു സ്തോത്രം പറഞ്ഞേ. ചില കാര്യങ്ങൾ ദൈവവും നീയും തമ്മിൽ കൈകാര്യം ചെയ്യുന്ന നല്ലത്. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നീ നന്നായിട്ട് അറിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം പറഞ്ഞ് അതിൻ്റെ ഗൗരവം കളയാതെ നീയും ദൈവം തമ്മിൽ അതങ്ങ് തീർക്കുന്ന നല്ലത്. സന്തോഷമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേരെ. ഹല്ലേലൂയ.